സാറേ, യോഗിയുടെ ഉത്തർപ്രദേശിൽ മദ്രസ നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നു കേൾക്കുന്നു. ശരിയാണോ? അതെ, അത് ശരിയാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. മുമ്പ് ഈ അലഹാബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശിലെ മദ്രസ മറ്റേ നിയമം റദ്ദാക്കിയിരുന്നു. അതായത് 2004 മദ്രസ നിയമം. പക്ഷെ ആ ഹൈക്കോടതിയുടെ നടപടി വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ മദ്രസ ബോർഡും ഒക്കെ പുനഃസ്ഥാപിക്കുന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അപ്പൊ ഈ കപട മതേതരവാദികള് യോഗി ആദിത്യനാഥിന് തിരിച്ചടി കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അത് വിധി ശരിക്കും വായിക്കാതെയായിരുന്നു. കാരണം ആ വിധിയില് ഈ മദ്രസയില് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും അതൊന്നും കൊടുക്കേണ്ടതില്ല. മദ്രസ 12ാം ക്ലാസ് വരെ ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്ന് ആ വിധിയിൽ പറഞ്ഞിരുന്നു. അത് ഈ മതേതരവാദികൾ, കപട മതേതരവാദികൾ ശ്രദ്ധിച്ചിരുന്നില്ല, മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് തോന്നുന്നു. അപ്പൊ അതൊരു അവസരമാണ്. അപ്പൊ മദ്രസ ആക്ട് 2004 യോഗി ആദിത്യനാഥ് ഭേദഗതി ചെയ്യാണ്. ഏതാണ്ട് കരട് തയ്യാറാക്കി രൂപമൊക്കെ ആയി എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ യോഗി സർക്കാർ 2004 മദ്രസ ആക്ട് ഭേദഗതി ചെയ്യുമ്പോൾ 12 ക്ലാസ് വരെ ഉള്ള പരിപാടികൾ മതി. അതിനുശേഷം കാമിൽ എന്ന് പറഞ്ഞൊരു ബിരുദം, ഫാസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബിരുദാനന്തര ബിരുദം, ആ പരിപാടി വേണ്ട. ബിരുദവും ബിരുദാനന്തര ബിരുദവും കൊടുക്കുന്ന പരിപാടി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഭേദഗതി ചെയ്യുന്ന മദ്രസ ആക്ട് വരാൻ പോണു ഉത്തർപ്രദേശിൽ. അപ്പോൾ ഫാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരുദാനന്തര ബിരുദം ആണ്. അതൊരു ചലച്ചിത്ര സംവിധായകൻ മാത്രമല്ല ഫാസിൽ എന്ന് പറയുന്നത്. മദ്രസ വിദ്യാഭ്യാസം മുഖ്യധാര വിദ്യാഭ്യാസം ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട, അതിന് സമമാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭേദഗതി കൊണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അവിടെ മദ്രസകൾ പൂട്ടുന്നു എന്നുള്ളത്, ശമ്പളം കിട്ടുന്നില്ല. പിന്നെ കേന്ദ്ര പദ്ധതി പ്രകാരം ഉള്ള വീടുകൾ കേന്ദ്രീകരിച്ച് കേന്ദ്രം ഈ മദ്രസ വികസിപ്പിക്കാനായിട്ട് മുമ്പ് കോൺഗ്രസ് സർക്കാരുകൾ പ്രത്യേക പദ്ധതി കൊണ്ടുവന്നിരുന്നു ഉത്തർപ്രദേശില്. അത് മുതലെടുത്തിട്ട് അപ്പൊ ശമ്പളത്തിന്റെ 60% കേന്ദ്രം കൊടുക്കും, 40% സംസ്ഥാനം വഹിക്കണം. പിന്നെ അഖിലേഷ് യാദവ് വന്നപ്പോൾ ഈ മദ്രസ അധ്യാപകർക്ക് എല്ലാവർക്കും സ്വന്തം നിലയ്ക്ക് UP സർക്കാർ 3000 രൂപ ശമ്പളം ഈ 15,000-ന് പുറമെ 18,000 അങ്ങനെ വന്നിരുന്നു. ഇങ്ങനെയാണല്ലോ ഈ വോട്ട് ഉണ്ടാക്കുന്നത്, മുസ്ലിം പ്രീണനം. അപ്പോൾ ഈ യോഗി സർക്കാർ ഈ കൊല്ലം ആ 3000 രൂപ കൊടുക്കലൊക്കെ നിർത്തിയിരുന്നു. കേന്ദ്ര പദ്ധതിയാണെങ്കിൽ കേന്ദ്രം, സ്മൃതി ഇറാനി ആയിരുന്നല്ലോ ന്യൂനപക്ഷ മന്ത്രി, കേന്ദ്രവും നിർത്തിയിരുന്നു, കേന്ദ്രത്തിന്റെ താല്പര്യം. അപ്പൊ അത് മുതലെടുത്തിട്ട് പല ആളുകളും സ്വന്തം വീട്ടില് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടാണ് ഈ മദ്രസ നടത്തിയിരുന്നത്. മര്യാദക്കുള്ള കെട്ടിടങ്ങളോ അധ്യാപകരോ പുറത്തുനിന്ന് അധ്യാപകരോ ഒന്നും വെച്ചിരുന്നില്ല. അങ്ങനെയുള്ള മദ്രസകൾ പൂട്ടുന്നു എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പൊ ഇപ്പോ മദ്രസയിൽ നിന്ന് ഇനി കിട്ടാൻ പോകുന്നത് 12ാം ക്ലാസ് വരെയുള്ള ഈ ICSE CBSE സമാനമായ സർട്ടിഫിക്കറ്റുകളായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ മര്യാദക്കുള്ള ബിരുദ കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടുകയാണെങ്കിൽ അതിന് പഠിക്കാം. BA BSc എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ. മദ്രസയിൽ പഠിച്ചവർക്ക് ജോലി വേണം, അവർക്ക് നൈപുണി, സ്കിൽ എന്തിലെങ്കിലുമൊക്കെ. ഇതൊക്കെയാണ് ആവശ്യം എന്ന് മറ്റേ യോഗി സർക്കാർ കരുതുന്നു. ശരിയാണല്ലോ, അവർക്ക് എന്തെങ്കിലും ജോലിയൊക്കെ വേണമല്ലോ, അവർ മുഖ്യധാരയിൽ വേണമല്ലോ, അല്ലാതെ ഈ മദ്രസ പൊട്ടന്മാരായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ കാമിൽ ഫാസിൽ ആ ബിരുദത്തിനും മറ്റേ ബിരുദാനന്തര ബിരുദത്തിനും ഒക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക തത്വങ്ങളും ഇസ്ലാമിക നിയമങ്ങളുമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ, വേറെ ജോലിയൊന്നും കിട്ടില്ല, മദ്രസയിൽ തന്നെ ജോലി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആധുനിക തൊഴിൽ വിപണിയിൽ അതിന് വിലയില്ല. മദ്രസ വിദ്യാർത്ഥികൾ ആധുനിക വിദ്യാഭ്യാസം അതിലെത്തട്ടെ എന്നാണ് കാഴ്ചപ്പാട്.
ഈ ബിരുദങ്ങൾ പലതും ദുരുപയോഗം ചെയ്യുന്നതായിട്ടും ശ്രദ്ധയിൽ വന്നിരുന്നു സർക്കാരിൻ്റെ. ചില മദ്രസകളിലൊക്കെ നോട്ടടി ഒക്കെ ഉണ്ടായിരുന്നതായിട്ടുമൊക്കെ അങ്ങനത്തെ ആളുകളെ പിടികൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2004 ആക്ട് മദ്രസകൾക്കൊരു മുകളിലൊരു നിയന്ത്രണം വേണം, ഒരു നിയന്ത്രിത ചട്ടക്കൂട് വേണം എന്നാണ് 2004 ആക്ട്, UP ആക്ട് കരുതിയിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അംഗീകാരമുള്ള മദ്രസകൾക്ക് സർക്കാർ ഗ്രാൻഡ് കൊടുത്ത് അങ്ങനെ ഒരു പ്രീണനം വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു. അംഗീകാരമുള്ള മദ്രസകൾ, ഈ അംഗീകാരമില്ലാത്ത മദ്രസകൾ ധാരാളം വേറെ ഉണ്ട് അവിടെ. പാകിസ്ഥാനിലും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ ബംഗ്ലാദേശിലും അങ്ങനെ തന്നെയാണ്. മതത്തിന് പുറത്ത് ജോലി കിട്ടില്ല എന്നുള്ള അവസ്ഥയായിരുന്നു ഇതുകൊണ്ട്. ഇനിയിപ്പോൾ ദേശീയ പൈതൃകം, അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുക, ഗുണമുണ്ടാവുക, മേന്മയുള്ള വിദ്യാഭ്യാസം നേടുക, ജീവിത വിജയം ഉണ്ടാവുക. അപ്പോൾ സ്കോളർഷിപ്പൊക്കെ കൊടുക്കും അതിന്. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കും. ഇനി ദേശപുരോഗതിക്കുള്ള സംഭാവനകൾ, രാജ്യപുരോഗതിക്ക് സംഭാവന നൽകത്തക്ക വിധത്തിൽ ഇവരെ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ UGC ആക്ടിന് വിരുദ്ധമാണ് ഈ കാമിൽ ഫാസിൽ ബിരുദാനന്തര ബിരുദം എന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരുന്നു. യൂണിയൻ ഗ്രാൻസ് കമ്മീഷൻ ഇതിങ്ങനെയല്ല കരുതുന്നത്. ബിരുദം എന്ന് പറയുന്നത് അത് മദ്രസകൾ കൊടുക്കേണ്ടതാണെന്ന് കരുതുന്നില്ല. അപ്പോൾ നവംബർ 5-ാം തീയതിയാണ് ആ വിധി വന്നത്. ഉത്തർപ്രദേശിലെ 2004 ആക്ട് ഭരണഘടന പ്രകാരം സാധുവാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു. അലഹാബാദ് ഹൈക്കോടതി വിധി റദ്ദാക്കി. പക്ഷേ കാമിൽ ഫാസിൽ ബിരുദാനന്തരം ഭരണഘടനാ വിരുദ്ധമാണ്, 12ാം ക്ലാസ് വരെ മദ്രസാ വിദ്യാഭ്യാസം എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞിരുന്നു. മതം മാത്രം പോരാ, കണക്കും ശാസ്ത്രവും ഒക്കെ പഠിച്ചിരിക്കണം ആധുനിക ലോകത്ത്. 2004 ആക്ട് വഴി UP ബോർഡ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ വന്നു. UP ബോർഡ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു സ്ഥാപനം അവിടെ വന്നു. അവരാണ് പരീക്ഷയൊക്കെ നടത്തുക. ഇപ്പോൾ ബിരുദം പഠിക്കുന്നവർ, അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ ഈ കാമിൽ ഫാസിലൊക്കെ പഠിക്കുന്നവരുണ്ടല്ലോ, അവരുടെ കാര്യം എന്താവും ഭേദഗതി ചെയ്തു വരുമ്പോൾ എന്നൊരു ചോദ്യം. അപ്പോൾ UP മദ്രസ ബോർഡ് ചെയർമാൻ ഇഫ്തിഖർ അഹമ്മദ് ജാവേദ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതൊക്കെ ഇവിടുത്തെ ഈ കാമിലും ഫാസിലും ഒക്കെ രാജസ്ഥാനിലെ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി ഭാഷാ സർവകലാശാല അംഗീകരിക്കട്ടെ, ആ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോട്ടെ, ഈ ശുപാർശ സംസ്ഥാനത്തിന് കൊടുത്തിരുന്നതാണെന്ന് അയാൾ പറയുന്നുണ്ട്. സംസ്ഥാനം അത് പരിഗണിച്ചില്ല എന്ന്. കാമിൽ ഫാസിൽ തുടങ്ങിയതൊക്കെ മദ്രസ ബോർഡ് നിയമനങ്ങൾക്ക് മാത്രമേ അവിടെ ഗുണപ്പെടുന്നുള്ളൂ. അലിം എന്നാണ് 12ാം ക്ലാസ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇനി മര്യാദയ്ക്ക് യൂണിവേഴ്സിറ്റി പൊക്കോളണം, അതിന് യോഗ്യത ഉള്ളവർ കിട്ടുമെങ്കിൽ അത് പഠിക്കുക. 2017 മുതൽ മദ്രസാധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല. 3000 രൂപ സംസ്ഥാന ഓണറേറിയവും കിട്ടുന്നില്ല. കേന്ദ്രത്തിൻ്റെ പദ്ധതി ഒരെണ്ണം ഉണ്ടായിരുന്നു, സ്കീം ഫോർ പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ മദ്രസാസ്. 2009 കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് ഉത്തർപ്രദേശിൽ. അതിനാണ് SPQEM പദ്ധതി എന്ന് പറയുന്നത്. അതിൽ അവർ പറഞ്ഞത് 3 പേര്, ഈ ശാസ്ത്രം, കണക്ക്, ഹിന്ദി ഇത് പഠിപ്പിക്കാനായിട്ട് 3 അധ്യാപകരെ എല്ലാ മദ്രസകളിലും നിയമിക്കാം. ആ പദ്ധതി പ്രകാരം അവരുടെ മാസശമ്പളം 15,000 രൂപ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് 60:40 ആ അനുപാതത്തിൽ കൊടുക്കും. 2022 മാർച്ച് 3 വരെ ഇത് നടപ്പാക്കിയെന്ന് സ്മൃതി ഇറാനി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2022 ഇത് നിന്നു കേന്ദ്ര പദ്ധതി. 2020 ജനുവരി 8 വരെ 8-ന് ഈ 3000 രൂപ കൊടുക്കുന്ന ഓണറേറിയം UP സർക്കാർ, യോഗി സർക്കാർ റദ്ദാക്കി. അതായത് മുസ്ലിം പ്രീണനം അവർക്കില്ലല്ലോ. 21,000 അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്.
7400 രജിസ്റ്റർ ചെയ്ത മദ്രസകൾ ഉണ്ട്. അല്ലാതെ 10-20,000 മദ്രസകൾ അവിടെയുണ്ട്. ഈ തഴച്ചു വളരുകയൊക്കെ ചെയ്തു. ഈ കേന്ദ്ര പദ്ധതി SPQEM വന്നപ്പോഴേ വീട് വീടാന്തരം മദ്രസകൾ വരാനൊക്കെ തുടങ്ങി. ഒരുപാട് കേന്ദ്രങ്ങളിലൊക്കെ അതുണ്ടായി. അപ്പോൾ അതൊക്കെ ഫ്രോഡ് മദ്രസകളാണെന്നാണ് അന്വേഷണത്തിൽ കേന്ദ്രം കണ്ടെത്തിയത്. അങ്ങനെയാണ് ധാരാളം മദ്രസകൾക്ക് പൂട്ടേണ്ടി വന്നത്. എന്നിട്ട് ഞങ്ങളുടെ അംഗീകാരം എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് പഴയ പല മദ്രസകളും ഇപ്പോൾ അപേക്ഷിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ശരിക്കും പറയുന്നത് ഈ ഉത്തർപ്രദേശിൽ ഈ അഖിലേഷ് യാദവിന്റെ കൂട്ടർ ഭരിച്ചപ്പോൾ ഈ മദ്രസകളെ ഇങ്ങനെ പ്രീണിപ്പിച്ച് നിർത്തിയപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൃത്യമായി നിലനിർത്തി പോരുകയാണ് ചെയ്തത്. യോഗി അത് വേണ്ടെന്ന് തീരുമാനിക്കും. അതല്ലേ ശരിക്കും അങ്ങനെ ചെയ്തത്. പക്ഷെ SP അത് സമാജ്വാദി പാർട്ടി എല്ലാ കാലത്തും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം പശ്ചിമ UP ഉണ്ടല്ലോ, പടിഞ്ഞാറൻ UP എന്ന് പറയുന്നത് ശരിക്കും ഒരു മുസ്ലിം കേന്ദ്രമാണ്. രാംപൂർ ആസ്ഥാനമാക്കി പണ്ട് നവാബു ഒക്കെ ഭരിച്ചിരുന്നതാണ്. അപ്പൊ ഈ പടിഞ്ഞാറൻ UP പണ്ട് VP സിംഗിന്റെ കാലത്തുമൊക്കെ, VP സിംഗിന്റെ കൂടെ ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ നിന്ന് ഈ പടിഞ്ഞാറൻ UP പോയി രാംപൂർ നവാബിന്റെ ബംഗ്ലാവിൽ അത്താഴം കഴിക്കുകയൊക്കെ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ VP സിംഗിനും അങ്ങനെ ഒരു നയം ഉണ്ടായിരുന്നു, മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത്. UP അതിന്റെ ഒരു കേന്ദ്രമായിരുന്നു. UP ഈ പശ്ചിമ UP പ്രത്യേകിച്ചും കേന്ദ്രമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ, വിഭാഗീയത സമാജ്വാദി പാർട്ടിയുടെ അകത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ മൊറാദാബാദ് കേന്ദ്രമായിട്ട് ഈ സമാജ്വാദി പാർട്ടിയുടെ മൊറാദാബാദ് ഭാഗത്ത് ഇപ്പൊ അവര് സ്വന്തം നിലയ്ക്ക് സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിനെ മൈൻഡ് ചെയ്യാതെയൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് ധാരാളം വിഭാഗീയത പാർട്ടിക്കുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സമാജ്വാദി പാർട്ടി, മായാവതി, ഈ പാർട്ടികളൊക്കെ മുസ്ലിം പ്രീണനം. കോൺഗ്രസ് ആണ് ഇതൊക്കെ കാണിച്ചു കൊടുത്തത്. കോൺഗ്രസ് സർക്കാരാണല്ലോ SPQEM എന്ന് പറഞ്ഞിട്ട് മദ്രസകൾ വിപുലപ്പെടുത്താൻ, വീട് വീടാന്തരം മദ്രസ ഉണ്ടാക്കാനൊക്കെയുള്ള പരിപാടിയൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂട്ടായിട്ട് തന്നെ ഈ വോട്ട് ജിഹാദ് എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയല്ലോ. ഇപ്പൊ മഹാരാഷ്ട്രയില് അങ്ങനെ നടക്കുന്നുണ്ട്. സെൻട്രൽ മാലിഗാവ് മണ്ഡലത്തിൽ നടക്കുന്നുണ്ടല്ലോ വോട്ട് ജിഹാദ്. മറ്റേ മറിയം എന്ന് പറഞ്ഞിട്ട് സാൽമാൻ ഖുർഷിദിന്റെ ഒരു അനന്തരവള് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ വോട്ട് ജിഹാദ് നടത്തണം, അവർ SP-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റോ മറ്റോ ആണ്. അപ്പോൾ SP എപ്പോഴും ഈ വോട്ട് ജിഹാദ് ഉപയോഗിച്ചാണ് അത്യാവശ്യം മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോഴും ജയിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു തടയിടുകയാണ് ഈ മദ്രസ നിയമ ഭേദഗതിയിൽ കൂടി യോഗി ആദിത്യനാഥ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.